അതുപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ആരോഗ്യ ദൃഢഗാത്രനായ പുരുഷനായിരുന്നു. അവിടുത്തെ ഒരു വലിയ വിശേഷണമായിരുന്നു. സഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും അവിടത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതിൽ നമുക്ക് കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. ഒരുപക്ഷെ അവിടുന്ന് നടന്നു വരുമ്പോൾ, അവിടത്തെ കാണുമ്പോൾ 40-ൽ പരം പുരുഷന്മാരുടെ ശക്തിയൊക്കെ ഉണ്ടോ, അതിലും കൂടുതൽ, ചിലയിടത്ത് 70-ൽ പരം പുരുഷന്മാരുടെ ശക്തിയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന എന്നൊക്കെ ഞങ്ങൾ അഭിപ്രായം പറയാറുണ്ടായിരുന്നു പരസ്പരം. അത് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക ക്ഷമതയും ശാരീരിക പ്രകടനങ്ങളും എന്ന് അവിടുത്തെ തിരുജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ സഹാബത്തെ കിറാമിന്റെയും ജീവിത ചരിതങ്ങൾ ഏറ്റവും ആരോഗ്യ ദൃഢഗാത്രരായി അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു എന്നതാണ്. പറയുമ്പോൾ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചവരായിരുന്നു അവർ, വളരെ കുറച്ചു മാത്രം പാനം ചെയ്തവരായിരുന്നു അവർ, കുറഞ്ഞ സമയം മാത്രം ഉറങ്ങിയവരായിരുന്നു അവർ. നമ്മൾ ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ലഭിച്ചു എന്ന് പറയുന്ന സൗകര്യങ്ങളൊക്കെ അന്നേ കാലത്ത് കുറവായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നിട്ടും ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി അവർ ജീവിച്ചത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. മദീനയിലെ മുഖൈഖിസ് രാജാവിന്റെ അനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ കേട്ടതാണ്. രോഗികളില്ലാത്തതിന്റെ പേരിൽ ഡോക്ടേഴ്സ് നാട് വിടേണ്ടി വന്നു എന്നത് ലോകത്തൊരു അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാം അത്രമേൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അതിലേക്ക് അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 2 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ പ്രയോഗങ്ങൾക്കൊക്കെ ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. ഓരോ വീടുകളിലും എത്ര രോഗികൾ, ഓരോ നാട്ടിലും എത്ര രോഗികൾ. ഒരു ദിവസം കേരളത്തിലെ 4 ജില്ലകളിലെ ഒരു വിഷയം എനിക്ക് പഠിക്കാൻ അവസരമുണ്ടായി. പെരിയാരം മെഡിക്കൽ കോളേജിലെ, കണ്ണൂർ ജില്ലയിലെ പെരിയാരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗം ഡോക്ടേഴ്സ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ, 1.5 വർഷം മുന്നേ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ദിനം പ്രതി 300-ൽ പരം ആളുകളാണ് ഈ പറഞ്ഞ 4 ജില്ലകളിൽ മാത്രം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, 4 ജില്ലകളിൽ മാത്രം ഹാർട്ട് അറ്റാക്കിന് വിധേയരാകുന്നത് 300-ൽ പരം ആളുകളാണ്. ചെറിയ കണക്കാണ്. അത് 300 എന്നത് 900-ഓ 3000-ഓ ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആലോചിച്ച് നോക്കൂ. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മനുഷ്യന്റെ ആരോഗ്യകരമായ അവസ്ഥ നിലവിലുള്ളത്. എല്ലാ നിലയിലും മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സമ്പൂർണ്ണ ആരോഗ്യം നേടിയ ഒരു സമൂഹത്തിന്റെ വൈദ്യപരമായ ചരിത്രവും വൈദ്യപരമായ ഉണർത്തുപാട്ടുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സമീപ കാലത്ത് ഇനിയും വരാനിരിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയെക്കുറിച്ചും നിലവിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല പ്രയാസകരമായ രോഗങ്ങളും വരാതെ നമ്മുടെ ശരീരത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപകടകാരി എന്ന് വൈദ്യസമൂഹം വിളിക്കുന്ന പല രോഗങ്ങളിലും നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വരാൻ കഴിയും. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാസ്ത്രമാണ്, സയൻസാണ് തിബ്ബുൻ നബവി എന്നത്. അപ്പോ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തു. അത് സാധാരണ നിർബന്ധമായ നിസ്കാരത്തിലൂടെയോ നിർബന്ധമായ നോമ്പിലൂടെയോ നിർബന്ധമായ ഹജ്ജിലൂടെയോ മാത്രം നേടേണ്ട ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം ആരോഗ്യത്തെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിലെ മെഡിക്കൽ സയൻസ് എന്നത് 450-ൽ പരം ഹദീസുകളിൽ, അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. എന്റെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി എനിക്ക് മനസ്സിലാക്കി തന്നതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് പഠിപ്പിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ ഗുരുപരമ്പരയിലുള്ള മഹാന്മാരായ അടൂർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് നൽകിയ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണതാണിത്. ഏകദേശം ഇമാം ബുഖാരി റഹിമഹുല്ലാ തങ്ങളുടെ കിതാബ് ബുഖാരിയിലെ തിബ്ബുൽ ബുഖാരി, ബാബു തിബ്ബ്. അപ്പം അങ്ങനെ ഒരുപാട് തിബ്ബിയായ വചനങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് പുതിയ ലോകത്തെ മാരക രോഗങ്ങൾക്ക് പരിഹാരമാണ്. നവലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രതിസന്ധിക്ക് പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഇതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഒന്ന് ആരോഗ്യം. എന്താണ് ആരോഗ്യം? ഇസ്ലാമിക വൈദ്യശാസ്ത്രം ചർച്ച ചെയ്യുന്നതിൽ എന്താണ് ആരോഗ്യം? മറ്റൊന്ന്, രോഗം വരാതെ ഈ ആരോഗ്യം എങ്ങനെ നിലനിർത്താം? ഇത് മറ്റൊരു ചർച്ചയാണ്. ഒന്ന് ആരോഗ്യമാണെങ്കിൽ, ഒന്ന് ഹെൽത്ത് സയൻസ് ആണ്. ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം അതെങ്ങനെ സാധ്യമാക്കാം, സമൂഹത്തിൽ കണ്ടുവരുന്ന രോഗങ്ങൾ സ്വശരീരത്തിൽ വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നിത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഒരു പാർട്ട്. മറ്റൊന്ന്,
നിലവിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രമേഹമായാലും അതുപോലെ ഹൃദ്രോഗമായാലും എല്ല് തേയ്മാനമായാലും ക്യാൻസറുകളായാലും കിഡ്നി രോഗങ്ങളായാലും കരൾ രോഗങ്ങളായാലും ഏതേത് രോഗങ്ങളായാലും തിബ്ബുൻ നബവിയിലെ പെത്തോളജി പ്രകാരം അതിന്റെ രോഗനിദാന ശാസ്ത്ര പ്രകാരം അതിനെ പഠിക്കുകയും തിബ്ബുൻ നബവിയിലെ ഫാർമക്കോളജി പ്രകാരം നിർമ്മിച്ച അമൂല്യ ഔഷധങ്ങൾ കൊണ്ട് ആ രോഗത്തിൽ ഇടപെടൽ നടത്തുകയും ഇസ്ലാമിക് സൈക്കോളജി പ്രകാരമുള്ള കൗൺസിലിങ്ങിലൂടെ മാനസികപരമായ ഉല്ലാസത്തിലേക്ക് എത്തുകയും അതുപോലെ മറ്റ് ചില പ്രത്യേക ഇനം തെറാപ്പികളിലൂടെ ശാരീരിക അവസ്ഥകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാം. കാര്യം തിബ്ബുൻ നബവി പ്രകാരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ത്വബീബിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല അതിന് ശിഫ തന്നിട്ടല്ലാതെ. ഇത് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചത് ലോകത്ത് സാധ്യമാവണം. അത് മദീന മുനവ്വറയുടെ ചരിത്രത്തിലുള്ളതാണ്, മദീനയുടെ ചരിത്രത്തിലുള്ളതാണ്. ഡോക്ടർ സി കെ രാമചന്ദ്രൻ 2 വർഷം മുമ്പ് കേരളത്തിൽ ഇറങ്ങിയ ഒരു മലയാള മാസികയുടെ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു മലയാള മാസികയില് പിന്നെ ഏറ്റവും പ്രഥമ പേജിൽ, ആരോഗ്യ മാസികയിലെ പ്രഥമ പേജിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എഡ്വേർഡ് ജി ബോണിനെ പോലുള്ള ആളുകൾ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പുതിയ സമൂഹത്തിലെ ആധുനികരായ വൈദ്യാന്വേഷകർ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോർജ് പിയേഴ്സ് ഇതറിഞ്ഞ് മനസ്സിലാക്കി ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ്. അങ്ങനെ അനേകം ആളുകൾ ഈ തത്വത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലവിൽ മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിലായ സമൂഹത്തെ രക്ഷപ്രാപിപ്പിക്കാൻ ഞാൻ പുതിയ കാലത്തെ മുസ്ലിം സംഘടനകളോട്, ഇസ്ലാമിക റിലീഫ് സംഘടനകളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പൈസകൾ മാറൂല എന്നൊക്കെ അറിയാതെ ചെയ്തു നോക്കാമെന്ന് കേവലം ഊഹങ്ങൾ മാത്രം പറയുന്ന ചില സയൻസിന്റെ ആളുകൾ കണ്ടെത്തിയ മരുന്നുകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ഉറപ്പായിട്ടും രോഗങ്ങൾക്ക് ശിഫ നൽകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔഷധ വിജ്ഞാനങ്ങളെ പരിപോഷിപ്പിക്കാനും അതിനെക്കുറിച്ച് പഠിക്കുന്നവരെയും പരിശീലിപ്പിക്കുന്നവരെയും ഗവേഷണം ചെയ്യുന്നവരെയും സഹായിക്കാൻ നിങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു ഭാഗം മാറ്റിവെക്കണം. അത് നിങ്ങൾ ദീനി ദഅവത്തിന് ചെയ്യുന്ന വലിയ ധർമ്മമാണ്. കേവലം ഊഹങ്ങളുടെ പേരിൽ മാത്രം കണ്ടെത്തിയ ചില മെഡിസിനുകൾക്ക് വേണ്ടി പള്ളികളുടെ പുറമെ പോലും ചില പണ്ഡാരങ്ങൾ കെട്ടിവെച്ച് ഞാൻ കണ്ട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വൈദ്യ പാരമ്പര്യമുള്ള ഒരു സമുദായത്തിന്റെ ആളുകൾ മാറാരോഗം എന്ന് പറഞ്ഞ് മാരക രോഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പരീക്ഷണ മരുന്നുകൾക്ക് വേണ്ടി ആളുകളെ പറഞ്ഞുവിടുകയും അത്തരം പരീക്ഷണ മരുന്നുകൾക്ക് വേണ്ടി നാം വലിയൊരു സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്നത് ലജ്ജാവഹമാണ്. ഇത്തരം അബദ്ധങ്ങൾ ഇനിയും നാം തുടരരുത്. ലണ്ടനിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും മലേഷ്യയിലും ഞാൻ നേരത്തെ മുൻ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച മറ്റു രാജ്യങ്ങളിലൊക്കെ ഇന്ന് പ്രവാചക വൈദ്യം സജീവമാകുന്നു. അപ്പൊ ആ സജീവതയിൽ നാം മാനസികമായും സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും സഹകരണവും പങ്കാളിത്തവും ഉറപ്പുവരുത്തണമെന്ന് ഞാൻ സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. എന്റെ വിഷയം ആരോഗ്യം ഇസ്ലാം എത്ര ഗൗരവത്തോടെ കാണുന്നു എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ആരോഗ്യത്തെ ഇസ്ലാം എത്ര ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോ നിഅമത്ത്, സ്വർഗീയമായ അനുഗ്രഹമാണ് ആരോഗ്യം, ഒരു വചനം. മറ്റൊന്ന്, ആരോഗ്യമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം രോഗത്തെക്കാൾ. രോഗിയോടുള്ളതിനേക്കാൾ താല്പര്യവും ഇഷ്ടവും അള്ളാഹുവിന് ആരോഗ്യവാനോടുണ്ട് എന്ന നബി വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രചോദിപ്പിക്കണം. ഇത് നിലവിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ ഒരു കാരണവശാലും എന്നിലേക്ക് രോഗം വരരുത്, എന്ത് മെത്തേഡ് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രചോദനമാവണം. അതുപോലെ രോഗം കൊണ്ട് കട്ടത അനുഭവിക്കുന്നു, കൊല്ലങ്ങളായി മെഡിസിൻ കഴിക്കുന്നു, ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും കിട്ടുന്നില്ല, കൂടുതൽ പുതിയ രോഗങ്ങൾ മെഡിസിൻ കൊണ്ട് ശരീരത്തിന് ഉണ്ടാകുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ ആളുകൾ ആ അനാരോഗ്യ അവസ്ഥയിൽ നിന്ന്, രോഗാതുരതയിൽ നിന്ന് ആരോഗ്യത്തിന്റെ സ്വർഗീയ ആനന്ദത്തിലേക്ക് തിരിച്ചു വരാൻ ഈ പരിശുദ്ധമായ ഹദീസിനെ പ്രചോദന വചനമായി കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ആരോഗ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കണ്ടിട്ട് എന്റെ മുത്തുനബി മരിച്ചു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ വകവരുത്തും എന്ന് പറയാൻ കാരണത്തിൽ ഒന്ന്, ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. ഒരു കാരണം പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കണ ആ പരിശുദ്ധ ശരീരം കണ്ടാൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നണില്ല. അതാണ് ഒരു കാരണം പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വഫാത്തായി കിടക്കണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കണ്ടാൽ ഇത് ജീവൻ നഷ്ടപ്പെട്ട ശരീരമാണ് എന്ന് തോന്നണില്ല, ജീവചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നണില്ല.
അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നിടത്ത്, ചർച്ച ചെയ്യുന്നിടത്ത്, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പ്രിയങ്കരനായ തിബ്ബുൻ നബവി ഗവേഷകൻ, ഇന്നൊരു പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തെ ഏറ്റവും നന്നായി പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറെ ത്യാഗം ചെയ്യുന്ന ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജീവൽ പ്രകാശത്തെക്കുറിച്ചും ജീവ ചൈതന്യത്തെക്കുറിച്ചും ജീവൽ ഘടകത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയിൽ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ റൂഹ്, നമ്മുടെ ഹയാത്ത്, നമ്മുടെ ജീവൻ എത്രമേൽ പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇങ്ങനെ ഒരു വിഷയം കൂടി ചർച്ച ചെയ്ത എന്റെ ഓർമ്മയിൽ വരുന്നു. നോക്കൂ നിങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞ സമ്മതിക്കാൻ അല്ലാതെ മുത്തനബിയുടെ സഹാബിക്ക് ചിത്തഭ്രമം വരാനോ? എന്താ പറയണത്? നീതിമാനായ ചക്രവർത്തിക്ക് ദീനിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബിന് ചിത്തഭ്രമം ബാധിക്കാനോ ബോധം മാറ്റം വരാനോ തൽക്കാലത്തേക്ക് ബുദ്ധി നീങ്ങാനൊന്നും പാടില്ല. അങ്ങനെ വന്നു എന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ ചൈതന്യം കുടികൊണ്ടിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിനേക്ക് സൂചന നൽകുന്ന ഒരു ഹദീസിന്റെ വചനമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും ഈ വചനത്തിൽ പ്രസക്തി ഇന്നുണ്ട്. ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ചികിത്സിക്കാനും സ്കാനിങ് ചെയ്യാനും എക്സ്റേ മറ്റ് മെഡിക്കൽ സംവിധാനം, അതുപോലെ തന്നെ ആരോഗ്യ വർധനവിനുള്ള സംവിധാനം, ഹെൽത്ത് ക്ലിനിക്കുകൾ, ജിംനാസ്റ്റിക് സെന്ററുകൾ, എക്സസൈസിനുള്ള സൗകര്യങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, എന്നിട്ടും മാരകമായ രോഗങ്ങളുടെ കടന്നുകയറ്റം വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഇവിടെ ആരോഗ്യം എന്നത് വലിയ നിഅമത്തായി, അസ്സിഹത്തു നിഅമത്തു മിനൽ ജന്ന, സ്വർഗീയമായ അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുക എന്നുള്ള സ്വർഗീയമായ ഒരു ആനന്ദം നമ്മൾ ഇല്ലാണ്ടാവലാണ് എന്ന തിരിച്ചറിവിലേക്ക് സഹായകമാകുന്ന ഒരു ഹദീസ് വചനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. ഇതൊരു വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള പഠനം എന്ന രൂപത്തിൽ ഞാൻ കുറേശ്ശെ കാര്യങ്ങൾ മാത്രമേ എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരോഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ചേർക്കട്ടെ. ബിജാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.